ഹലോ ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ കോപ്പറേഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SPCSനെ കുറിച്ചാണ്. എന്താണ് SPCS? സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്നാണ് SPCSൻ്റെ ഫുൾ ഫോം. SPCS എന്ന് പറയുന്നത് സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർ, അതായത് നോവലിസ്റ്റ്, പോയം എഴുതുന്നവർ, ചെറുകഥാകൃത്ത്, ഇങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള സൊസൈറ്റിയാണ് SPCS. ഈ പറഞ്ഞ മേഖലകളിലെ ഏതെങ്കിലും ഒരു മേഖലയുമായിട്ട് അഭിരുചിയുള്ള അതിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഇതിൽ മെമ്പേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ SPCSനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. എന്താണ് SPCS എന്ന് പറയുന്നത്? എന്നാണ് SPCS ഫോം ചെയ്തത്? SPCS ഫോം ചെയ്തത് 1945 ഏപ്രിൽ 30 എന്നാണ്. 1945 ഏപ്രിൽ 30-നാണ് SPCS ഫോം ചെയ്തത്. എന്നാൽ ഇത് രജിസ്റ്റർ ചെയ്തത് എന്നാണ്? 1945 മാർച്ച് 19-നാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. 1945 മാർച്ച് 19-ന് ഇത് രജിസ്റ്റർ ചെയ്യുകയും ഇത് പ്രവർത്തനം ആരംഭിച്ചത് 30 ഏപ്രിൽ 1945 ാണ്. അപ്പോൾ SPCS ഫോം ചെയ്തത് 30 ഏപ്രിൽ 1945. ഓർത്ത് വച്ചേക്കുക, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ SPCS ഫോം ചെയ്തത് എപ്പോഴാണ്? 30 ഏപ്രിൽ 1945. ഓക്കെ അല്ലേ? ഓർത്ത് വെച്ചേക്കുമല്ലോ. അടുത്ത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ, SPCSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കോട്ടയം. കോട്ടയം എന്ന് പറയുന്നത് നമ്മൾ അക്ഷരനഗരിയാണ്. കോട്ടയം എന്ന് പറയുന്നത് ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. അക്ഷരനഗരി എന്ന് ചോദിച്ചാൽ കോട്ടയമാണ് ഉത്തരം. അപ്പോൾ കോട്ടയം എന്ന് പറയുന്ന അക്ഷരനഗരിയിൽ തന്നെയാണ് SPCSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും. അപ്പോൾ ഓർത്ത് വച്ചേക്കുമല്ലോ, SPCSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കോട്ടയം. ഓക്കെ അല്ലേ? അപ്പോൾ SPCS ഫോം ചെയ്തത് 1945 ഏപ്രിൽ 30-നും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയുമായിരുന്നു? കോട്ടയം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി SPCSൻ്റെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. The one and only writers cooperative society in the world is SPCS. SPCSൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സൊസൈറ്റി വേൾഡിൽ ഇത് മാത്രമേ ഉള്ളൂ. വൺ ആൻഡ് ഓൺലി റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ആണ് ഏത്? SPCS. ഓർത്ത് വച്ചേക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സൊസൈറ്റി ലോകത്ത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോം ചെയ്തത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എവിടെയാണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചാലും, ആകെ ഉള്ള ഒരു റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതെന്ന് ചോദിച്ചാലും നമുക്ക് ഏത് ഉത്തരം പറയാം? SPCS എന്ന് ഉത്തരം പറയാം. ഓർക്കുമല്ലോ? ഓക്കെ, നെക്സ്റ്റ്. It was established for publication and sale of books and to save the writers from the exploitation of publishers and make available for them in decent remuneration. എന്തിനു വേണ്ടിയാണ് ഇത്തരം ഒരു സൊസൈറ്റി ഫോം ചെയ്തത്? സാധാരണ രീതിയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബുക്സ് എഴുതുന്ന എല്ലാവർക്കും അവരുടെ ബുക്സ് പബ്ലിഷ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടാറില്ല. അല്ലെങ്കിൽ അവർ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും പബ്ലിഷേഴ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് വലിയ റേറ്റ് ആയിരിക്കും അവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ റെമ്യൂണറേഷൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകാം. അപ്പോൾ ഇതിൽ നിന്നും, ഇങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും നമ്മുടെ റൈറ്റേഴ്സിനെയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സാധാരണ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള റെമ്യൂണറേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഇത്തരം ഒരു സൊസൈറ്റി ഫോം ചെയ്ത് പ്രവർത്തിക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. It is the one of the largest publishing houses in Kerala. കേരളത്തിലെ ഏറ്റവും വലിയ, വൺ ഓഫ് ദി ലാർജസ്റ്റ് എന്നല്ല, ഏറ്റവും വലിയ പബ്ലിഷിംഗ് ഹൗസ് തന്നെയാണ് ഏത്? SPCS. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു സാധാരണ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ, ഇത്രയും വലിയൊരു പബ്ലിഷിംഗ് ഹൗസായി മാറിയിട്ടുണ്ടോ? അതെ, മാറിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പബ്ലിഷിംഗ് ഹൗസ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെന്ന് പറയാം? SPCS. ഏതാണ് SPCS? എന്താണ്? സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. മറന്നു പോകരുത്. എന്താണ്? SPCS ആണ് കേരളത്തിലെ ഏറ്റവും വലിയ പബ്ലിഷിംഗ് ഹൗസ്. ഓക്കെ അല്ലേ? ഓർത്ത് വച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. SPCSനെ കുറിച്ച് പല പ്രാവശ്യം PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കൃത്യമായിട്ട് തന്നെ ഇത് പഠിച്ചു വച്ചേക്കുക. As of now, it has more than 8,400 titles published. ഇതുവരെ നോക്കിയാൽ 8,400-ൽ കൂടുതൽ പബ്ലിഷിംഗ് ഈ സൊസൈറ്റി SPCS വഴി നടത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ SPCS ഇത്രയും നാൾക്കിടയിൽ പല രീതിയിലും ഉള്ള പബ്ലിഷിംഗ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ പബ്ലിഷിംഗ് ഹൗസാണ് ഏത്? SPCS എന്ന് പറയുന്നത്.
എക്സിബിഷൻസ് ആൻഡ് ലിറ്റററി സെമിനാർസ് ആർ ഓർഗനൈസ്ഡ് ബൈ ദി സൊസൈറ്റീസ് ഫോർ ഗിവിംഗ് പബ്ലിസിറ്റി. അപ്പോൾ എന്താണ് ഇത്തരം സൊസൈറ്റികൾ മെയിനായിട്ട് ചെയ്യുന്നത്? എക്സിബിഷൻസും ലിറ്റററി സെമിനാർസും ഒക്കെ നടത്തിയാണ് ഇത്തരം സൊസൈറ്റിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്, മറ്റുള്ള സാഹിത്യകാരന്മാരെ ഈ സൊസൈറ്റിയിലേക്ക് ആകർഷിക്കുന്നതുമൊക്കെ എങ്ങനെയാണ്? എക്സിബിഷൻസും ലിറ്റററി സെമിനാർസും ഒക്കെ നടത്തിക്കൊണ്ടാണ് അവർ പബ്ലിസിറ്റി നടത്തുന്നത്. മനസ്സിലായല്ലോ അല്ലേ? The society has introduced a radical change in the sale of books by introducing republication and installment scheme for purchase of books. എന്താണ് ഇവർ ഇത്രയും വലിയ ഒരു മാറ്റം ഒരു ചെറിയ സൊസൈറ്റിയിൽ നിന്നും ലാർജസ്റ്റ് പബ്ലിഷിംഗ് ഹൗസ് വരെ എത്തി നിൽക്കുന്നത് എന്തുകൊണ്ട്? അവരെന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പ്രീ പബ്ലിക്കേഷൻ ഓഫ് ബുക്സ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീംസ് ഒക്കെ അവർ എന്ത് ചെയ്തു? പർച്ചേസ്, ആൾക്കാർ കൂടുതലായിട്ട് ബുക്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീംസും പ്രീ പബ്ലിക്കേഷനും ഒക്കെ നടത്തി. ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് 7,500 രൂപയ്ക്ക് ഒരു ബൾക്കായിട്ട് ബുക്ക് വാങ്ങുമ്പോൾ, 7,500 രൂപയ്ക്കോ അതിന് മുകളിലോ ബൾക്കായിട്ട് ബുക്സ് വാങ്ങുമ്പോൾ അവർ തരുന്ന ഒരു ഓഫറാണ് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം. അതായത് മാസം 500 റുപ്പീസും അടച്ചാൽ മതി. മാസം 500 റുപ്പീസ് മാത്രം അടയ്ക്കുമ്പോൾ 10 ഇൻസ്റ്റാൾമെൻറ്റ്സിലായിട്ട്, അതായത് 10 മാസം കൊണ്ട് അവർക്ക് ആ ഇൻസ്റ്റാൾമെൻറ്റ് തീർക്കാം, ആ ഒരു പൈസ കൊടുത്ത് തീർക്കാം. അതായത് അപ്പം നമ്മൾ ആലോചിക്കും 500 വെച്ച് 10 മന്ത്സ് പോകുമ്പോൾ എത്രയാവും? 5,000 അല്ലേ ആവുള്ളൂ. 7,500 രൂപയുടെ ബുക്കിന് 5,000 അടച്ചാൽ മതി. അതെ, അതാണ് അവരുടെ സ്കീം. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഇൻസ്റ്റാൾമെൻറ്റ് സ്കീംസും ഒക്കെ ലോഞ്ച് ചെയ്താണ് ഇത്തരം സൊസൈറ്റി പ്രവർത്തിക്കുന്നതും. അത് മറ്റുള്ളവർക്കും, വാങ്ങുന്നവർക്കും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഇതിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടാവുന്നത് ഇത്തരം സൊസൈറ്റികൾ അതാണ് മെയിനായിട്ട് ഇവർ ചെയ്യുന്നത്. അപ്പം ഇൻസ്റ്റാൾമെൻറ്റ് സ്കീംസും പ്രീ പബ്ലിക്കേഷനും ഒക്കെ ആരുമായിട്ട് റിലേറ്റഡ് എന്ന് ചോദിച്ചാൽ SPCSുമായിട്ട് റിലേറ്റഡ് ആണ്, മറന്നു പോകരുത്. Membership is open for those are interested in writing and publishing their works through the society. ഇത്തരം സൊസൈറ്റികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ മെമ്പർഷിപ്പ് ആർക്കാണ് കൊടുക്കുന്നത്? ഈ മേഖലയുമായിട്ട്, അതായത് സാഹിത്യ മേഖലയുമായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്കാണ് ഇവർ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. സാധാരണ രീതിയിൽ ആർക്കൊക്കെ, ഏത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് റൈറ്റിങ്ങിലും പബ്ലിഷിങ്, അവരുടെ വർക്ക്സ് പബ്ലിഷ് ചെയ്യാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള സാധാരണക്കാരായ റൈറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്തരം സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. അപ്പം മെമ്പർഷിപ്പ് ആർക്കാണ് ലഭിക്കുന്നത്? ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ റൈറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ദെയർ വർക്ക്സ്. അങ്ങനെയുള്ളവരാണ് ഈ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് നേടുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ, നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാഹിത്യകാരന്മാർ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് SPCS എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ SPCS ഫോം ചെയ്തത് എന്നായിരുന്നു? 1945 ഏപ്രിൽ 30. ഓർത്ത് വച്ചേക്കുക. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയായിരുന്നു? കോട്ടയം, അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയത്തായിരുന്നു ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ. ഓക്കെ അല്ലേ? ഓവർ 80% ഓഫ് നോൺ റൈറ്റേഴ്സ് ഇൻ മലയാളം ആർ ദ മെമ്പർ ഓഫ് സൊസൈറ്റി. ഞാൻ പറഞ്ഞായിരുന്നു ഈ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരായ നമ്മുടെ റൈറ്റേഴ്സിനും, അതായത് ഈ മേഖലയിൽ ബുക്സ് പബ്ലിഷ് ചെയ്യാനും ബുക്സ് എഴുതാനും ഒക്കെ താല്പര്യമുള്ള സാധാരണക്കാരായ വ്യക്തികൾക്ക് എല്ലാവർക്കും മെമ്പർഷിപ്പ് ഓപ്പൺ ആണ്. പക്ഷേ എന്താണ്, 80% കൂടുതലായിട്ടുള്ള മലയാളത്തിലെ നോൺ ആയിട്ടുള്ള റൈറ്റേഴ്സ് ഒക്കെ ഈ സൊസൈറ്റിയുടെ മെമ്പേഴ്സാണ്. ഓക്കെ അല്ലേ? SPCS was started by 12 writers by contributing ₹120 as share capital. ഈ സൊസൈറ്റി ഫോം ചെയ്തപ്പോൾ, സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെറും 12 റൈറ്റേഴ്സ് ഓരോരുത്തരും 10 രൂപ വച്ച് വെറും 120 രൂപ ഷെയർ ക്യാപിറ്റൽ ഇട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു സൊസൈറ്റിയാണ്. അപ്പോൾ SPCS സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്ര മെമ്പേഴ്സ് അല്ലെങ്കിൽ എത്ര റൈറ്റേഴ്സ് ഇതിൽ മെമ്പേഴ്സായിട്ട് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 12 റൈറ്റേഴ്സ്. മറന്നു പോകരുത്, 12 റൈറ്റേഴ്സ് ആയിരുന്നു. ഓരോരുത്തരും 10 രൂപ വീതം 120 രൂപ ഷെയർ ക്യാപിറ്റൽ വെച്ചിട്ടാണ് ഇത്തരമൊരു സൊസൈറ്റി ആദ്യമായിട്ട് കേരളത്തിൽ ഫോം ചെയ്തത്. ഓക്കെ അല്ലേ? ഓൾഡ് നെയിം വാസ് സാഹിത്യ സഖ്യം. 2 ചോദിച്ചാലും നമുക്ക് ഉത്തരമായിട്ട് എഴുതാം.
ഒന്നെങ്കിൽ സാഹിത്യ സഖ്യം എന്ന് ചോദിക്കും, അല്ലെങ്കിൽ സാഹിത്യ സഖ്യം എന്ന് ചോദിക്കും. രണ്ടും കൂടെ ഒരുമിച്ച് ചോദിക്കത്തില്ല. അപ്പോൾ പല പ്രാവശ്യം എക്സാംസിൽ വന്നപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ ഓപ്ഷൻസ് ആണ് തന്നിരുന്നത്. അതുകൊണ്ട് സാഹിത്യ സഖ്യം എന്ന് ചോദിച്ചാലും സാഹിത്യ സഖ്യം എന്ന് ചോദിച്ചാലും ഇതിൻ്റെ ഓൾഡ് പേര് തന്നെയാണ്. ആരുടെ? SPCS സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓൾഡ് നെയിം എന്ന് ചോദിച്ചാൽ എന്താണ്? സാഹിത്യ സഖ്യം അല്ലെങ്കിൽ സാഹിത്യ സഖ്യം. എന്നാണ് സാഹിത്യ സഖ്യം അല്ലെങ്കിൽ സാഹിത്യ സഖ്യം ഫോം ചെയ്തത്? 1943 1943 സാഹിത്യ സഖ്യം അല്ലെങ്കിൽ സാഹിത്യ സഖ്യം ഫോം ചെയ്തത്. ഇത് ലേറ്റർ എന്നാണ് 1945 ഏപ്രിൽ 30 ഇതെന്തായി മാറി? SPCS സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി ആയി മാറി. അപ്പോൾ ഓൾഡ് നെയിം എന്താണ്? സാഹിത്യ സഖ്യം അല്ലെങ്കിൽ സാഹിത്യ സഖ്യം എന്നാണ്. ഈ സാഹിത്യ സഖ്യം ഫോം ചെയ്തത് 1943 സാഹിത്യ സഖ്യം ഫോം ചെയ്തത്. ഓക്കെ അല്ലേ? ഓക്കെ. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഷാൾ ബി ദ എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പം ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈഡ് ആണ്. കേരളം മുഴുവനുമാണ് ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ. എന്നാൽ ഇതൊരു അപ്പെക്സ് സൊസൈറ്റി ആണോ? അല്ല, ഇതൊരു പ്രൈമറി സൊസൈറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ സ്റ്റേറ്റ് വൈഡ് ആണ്. കാരണം എന്താണ്? ഇത് ഒരേ ഒരു സൊസൈറ്റി മാത്രമേ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്നുള്ളൂ. സാഹിത്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൊസൈറ്റി ഇത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇത് ഒരൊറ്റ സൊസൈറ്റിയാണ്. പക്ഷേ ഏരിയ ഓഫ് ഓപ്പറേഷൻ കേരളം മുഴുവനും. അത് ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ പോലും ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. It was registered as per Travancore Cooperative Societies Act 1914. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ സൊസൈറ്റി SPCS രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. എന്താണ്? ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 ഈ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ സ്റ്റേറ്റ് വൈഡ് ആണെന്നും ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആസ് പെർ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 ആണെന്നും ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചേക്കണം. അപ്പോൾ ഇതിൻ്റെ ഓൾഡ് നെയിം എന്തായിരുന്നു? സാഹിത്യ സഖ്യം അല്ലെങ്കിൽ സാഹിത്യ സഖ്യം എന്നാണ് സാഹിത്യ സഖ്യം ഫോം ചെയ്തത് 1943. ഓക്കെ അല്ലേ? ഓർക്കുമല്ലോ. SPCS is the first writers cooperative society in Asia. ഏഷ്യയിലെ ആദ്യത്തെ സാഹിത്യ മേഖലയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതെന്ന് എഴുതണം? SPCS. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഏഷ്യയിലും വേൾഡിലെ തന്നെ ആദ്യത്തെ റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതെന്ന് എഴുതണം? SPCS. പല രീതിയിൽ ചോദിക്കാം. വേൾഡിലെ ആദ്യത്തെ എന്ന് ചോദിക്കാം, ഏഷ്യയിലെ ആദ്യത്തെ എന്ന് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ്? സാഹിത്യ മേഖലയിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഇത് മാത്രമേ ഉള്ളൂ. ഏതാണ്? SPCS സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ അല്ലേ? ഓർത്ത് വച്ചേക്കണം. ഈ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. SPCS നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ. ഫസ്റ്റ് SPCS അവാർഡ് വിന്നർ. SPCSൻ്റെ ഫസ്റ്റ് അവാർഡ് വിന്നർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? തകഴി ആൻഡ് വയലാർ. ആരാണ്? തകഴിയും വയലാറും. SPCSൻ്റെ ഫസ്റ്റ് അവാർഡ് വിന്നേഴ്സ് എന്ന് പറയുന്നത് തകഴി, വയലാർ. മറന്നു പോവല്ലേ, തകഴിയും വയലാറുമാണ്. ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പം ഫസ്റ്റ് SPCSൻ്റെ ഫസ്റ്റ് വിന്നേഴ്സ് എന്ന് പറയുന്നത് SPCS അവാർഡ് ലഭിച്ച ആദ്യത്തെ ആൾക്കാരെന്ന് പറയുന്നത് തകഴി ആൻഡ് വയലാറാണ്. ആരാണ്? തകഴി ആൻഡ് വയലാർ. ഓർത്തു വച്ചേക്കുക. ഓക്കെ. ഡക്ക് ഈസ് ദ ഒഫീഷ്യൽ സിമ്പിൾ ഓഫ് SPCS. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ഒരു കാര്യം ഈ SPCS ആയിട്ട് ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഒഫീഷ്യൽ സിമ്പിൾ ഓഫ് SPCS ഡക്കാണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. SPCSൻ്റെ ഒഫീഷ്യൽ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഡക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SPCSൻ്റെ ഒഫീഷ്യൽ സിമ്പിൾ എന്ന് പറയുന്നത് ഡക്കാണ്. ഓക്കെ. അക്ഷരമന്ദിരം ഇൻ എറണാകുളം ഈസ് ദ ബിൽഡിംഗ് ഓഫ് SPCS ആൻഡ് ഓൾസോ ദ റീജിയണൽ ഓഫീസ് ഓഫ് SPCS. SPCSൻ്റെ റീജിയണൽ ഓഫീസ് എന്ന് ചോദിച്ചാലും SPCSൻ്റെ ബിൽഡിംഗ് എവിടെയാണെന്ന് ചോദിച്ചാലും ഏതാണ്? അക്ഷരമന്ദിരം എന്നും പേരിട്ടിരിക്കുന്ന എറണാകുളത്തുള്ള ആ ബിൽഡിങ്ങിനെയാണ് SPCSൻ്റെ ബിൽഡിംഗ് അല്ലെങ്കിൽ SPCSൻ്റെ റീജിയണൽ ഓഫീസ് എന്ന് പറയുന്നത്. ഓർക്കുമല്ലോ. അപ്പം അക്ഷരമന്ദിരം വേണമെങ്കിൽ എങ്ങനെ ചോദിക്കാം? അക്ഷരമന്ദിരം റിലേറ്റഡ് ടു എന്ന് ചോദിക്കാം. അപ്പം അക്ഷരമന്ദിരം റിലേറ്റഡ് ടു SPCS ആണ്. SPCSൻ്റെ എന്താണ്? റീജിയണൽ ഓഫീസാണ്. അത് മാത്രമല്ല SPCSൻ്റെ ബിൽഡിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തുത്തരം എഴുതാം?
എന്താണ്? അക്ഷരമന്ദിരം. അക്ഷരമന്ദിരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്ഷര മ്യൂസിയം, മ്യൂസിയം ഓഫ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഈസ് എ ന്യൂ ഇനിഷ്യേറ്റീവ് ഓഫ് SPCS. എവിടെയാണ് അങ്ങനെ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് തുടങ്ങിയത്? കോട്ടയത്ത് തന്നെയാണ്. കോട്ടയത്തെ മാരിയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, കോട്ടയം മാരിയപ്പള്ളിയിലാണ് എന്ത് തുടങ്ങിയത്? അക്ഷര മ്യൂസിയം. SPCS ഒരു അക്ഷര മ്യൂസിയം തുടങ്ങിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ മാരിയപ്പള്ളി, കോട്ടയം. ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. മാരിയപ്പള്ളി, കോട്ടയം. അക്ഷര മ്യൂസിയമാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ SPCSൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ റീജിയണൽ ഓഫീസ് ഏതാണ്? അക്ഷരമന്ദിരം അല്ലേ? അക്ഷരമന്ദിരമാണ് SPCSൻ്റെ റീജിയണൽ ഓഫീസ്. SPCSൻ്റെ ഒഫീഷ്യൽ സിമ്പിൾ ഏതാണ്? ഡക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, ഡക്ക് മറന്നു പോകരുത്. ഡക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിന് ശേഷം SPCSുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സിമ്പിൾ നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഡക്ക് ഇപ്പോൾ ഓർത്ത് വച്ചേക്കുക. SPCSൻ്റെ ഒഫീഷ്യൽ സിമ്പിൾ ഡക്കാണ്. ഫസ്റ്റ് അവാർഡ് വിന്നേഴ്സ് ആരായിരുന്നു? തകഴിയും വയലാറും. ആരാണ്? തകഴിയും വയലാറുമാണ് SPCSൻ്റെ ഫസ്റ്റ് വിന്നേഴ്സ്. ഓക്കെ അല്ലേ? ഓക്കെ. അക്ഷര മ്യൂസിയം എവിടെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? അക്ഷര മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തത് മാരിയപ്പള്ളി, കോട്ടയം. എവിടെയാണ് അക്ഷര മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തത്? മാരിയപ്പള്ളി, കോട്ടയം. നെക്സ്റ്റ് നോക്കാം. ഇൻ 1949 SPCS സ്റ്റാർട്ടഡ് നാഷണൽ ബുക്ക് സ്റ്റാൾ ആൻഡ് ബോത്ത് വെയർ മെർജ്ഡ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? SPCS 1949 തുടങ്ങിയ ഒരു സ്ഥാപനമാണ് നാഷണൽ ബുക്ക് സ്റ്റാൾ, അല്ലെങ്കിൽ NBS എന്നറിയപ്പെടും. എന്താണ്? NBS. അപ്പോൾ SPCS NBS തുടങ്ങിയ വർഷം എന്നാണ്? 1949. 1949 NBS ഫോം ചെയ്തപ്പോൾ ഇതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിരുന്നു. സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന രീതിയിൽ ഫോം ചെയ്തുവെങ്കിലും ആ വർഷം തന്നെ ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തു. ആരൊക്കെ? SPCSും NBSും കൂടെ മെർജ് ചെയ്ത് ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രവർത്തിച്ചു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഫോം ചെയ്തതും അത് മെർജ് ചെയ്തതും ഒരേ വർഷം തന്നെയാണ്, 1949. ഓക്കെ അല്ലേ? മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ SPCS പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്ക് ഏതാണ്? SPCS സ്വന്തമായിട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ SPCS ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് തകഴിയുടെ കഥകൾ. SPCS ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത ബുക്ക് ഏതാണ്? തകഴിയുടെ കഥകൾ. ഓക്കെ, സ്വന്തം പബ്ലിഷിംഗ് ഹൗസിലൂടെ അല്ലാതെ സ്വന്തം പബ്ലിഷിംഗ് ഹൗസിലൂടെ പബ്ലിഷ് ചെയ്ത ബുക്ക് നമുക്ക് പഠിക്കാം. പക്ഷേ ആദ്യമായിട്ട് സ്വന്തമായിട്ടുള്ള ഒരു പബ്ലിഷിംഗ് ഹൗസിലൂടെ അല്ലാതെ ആണെങ്കിൽ പോലും SPCS ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് ഏതെന്ന് ചോദിച്ചാൽ തകഴിയുടെ കഥകൾ. ഏതാണ്? തകഴിയുടെ കഥകൾ. അപ്പോൾ SPCS ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ തകഴിയുടെ കഥകൾ. ഇമ്പോർട്ടൻ്റ് ആണ്. തകഴിയുടെ കഥകളാണ് ആദ്യമായിട്ട് SPCS പബ്ലിഷ് ചെയ്ത ബുക്ക്. ഓക്കെ, ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ പ്രസ്സിൽ സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്തത്. ഇന്ത്യ പ്രസ് എന്ന് പറയുന്നത് SPCSൻ്റെ സ്വന്തമായിട്ടുള്ള പ്രസ്സാണ്, സ്വന്തം ഓൺ പ്രസ്സാണ്. SPCSൻ്റെ സ്വന്തം പ്രസ്സായ ഇന്ത്യ പ്രസ്സിലൂടെ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് ഏതാണ്? ഓടയിൽ നിന്ന് എന്ന കൃതിയാണ് ആദ്യമായിട്ട് സ്വന്തം പ്രസ്സിലൂടെ SPCS പബ്ലിഷ് ചെയ്തത്. ഓടയിൽ നിന്ന് എഴുതിയത് ആരാണ്? P. കേശവദേവ് ആണ് ഓടയിൽ നിന്ന് എന്ന പുസ്തകം എഴുതിയത്. എന്താണ്? P. കേശവദേവ്. മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്വന്തം പ്രസ്സിലൂടെ, അതായത് ഇന്ത്യ പ്രസ്സിലൂടെ SPCS പബ്ലിഷ് ചെയ്ത ആദ്യത്തെ ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓടയിൽ നിന്ന്. P. കേശവദേവ് എഴുതിയ ബുക്കായ ഓടയിൽ നിന്നാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, MP പോൾ വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് SPCS. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. SPCSൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും തിരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. പ്രസിഡൻറ്റ് പോൾ, PP. ഓക്കെ, അതൊരു കോഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഓർത്ത് വച്ചേക്കാം. പ്രസിഡൻറ്റ് പോൾ ആണ്, MP പോൾ. പ്രസിഡൻറ്റ് PP. ഓക്കെ, SPCSൻ്റെ SPCSൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ MP പോൾ. പ്രസിഡന്റ് പോൾ, PP. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രസിഡന്റ് MP പോൾ. അപ്പോൾ ഫസ്റ്റ് സെക്രട്ടറി ആരായിരുന്നു? ഫസ്റ്റ് സെക്രട്ടറി SPCSൻ്റെ? കാരൂർ നീലകണ്ഠ പിള്ള. ആരാണ്? കാരൂർ നീലകണ്ഠ പിള്ളയാണ് ഫസ്റ്റ് സെക്രട്ടറി. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് പഠിച്ചു വച്ചേക്കണം. ഓക്കെ, ഫസ്റ്റ് സെക്രട്ടറി ആരാണ്? കാരൂർ നീലകണ്ഠ പിള്ള. ആരായിരുന്നു? കാരൂർ നീലകണ്ഠ പിള്ള. അതാണ് ഫസ്റ്റ് സെക്രട്ടറി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? MP പോൾ.
പ്രസിഡന്റ് പോൾ, സെക്രട്ടറി കാരൂർ നീലകണ്ഠ പിള്ള. ഓക്കെ അല്ലേ, മറക്കരുത്. അടുത്ത് MP പോൾ മെമ്മോറിയൽ ഓഫ്സെറ്റ് പ്രസ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് നാട്ടകം. MP മെമ്മോറിയൽ ഓഫ്സെറ്റ് പ്രസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? നാട്ടകം. എന്നാണ് അത് ഫോം ചെയ്തത്? 1953 MP പോൾ മെമ്മോറിയൽ ഓഫ്സെറ്റ് പ്രസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന നാട്ടകം 1953 ഫോം ചെയ്തത്. 1953. ഓക്കെ, വർഷം ഓർത്ത് വച്ചേക്കുക. SPCSൻ്റെ പ്രസ് സ്വന്തം പ്രസ്സാണ്. അപ്പോൾ SPCSൻ്റെ പ്രസ് ഫോം ചെയ്തത്, MP പോൾ മെമ്മോറിയൽ ഓഫ്സെറ്റ് പ്രസ് ഫോം ചെയ്തത് 1953. ഓക്കെ അല്ലേ? ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് എഡിഷൻസ് പബ്ലിഷ്ഡ് വാസ് രമണൻ. രമണൻ എന്ന പറയുന്ന പബ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതലായിട്ട് SPCS പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആരാണ് എഴുതിയത്? രമണൻ എഴുതിയത് ചങ്ങമ്പുഴ അല്ലേ? അറിയാവുന്ന കാര്യമാണ്. രമണൻ എഴുതിയത് ചങ്ങമ്പുഴ. അപ്പോൾ രമണൻ എന്ന് പറയുന്ന കൃതിയാണ് ഏറ്റവും കൂടുതലായിട്ട് SPCSലൂടെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാർജസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ രമണൻ. ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. പിന്നെ ഇപ്പോഴത്തെ SPCSൻ്റെ പ്രസിഡന്റ് ആരാണ്? SPCSൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് PK ഹരികുമാർ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വച്ചേക്കണം. PK ഹരികുമാർ ആരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്? PK ഹരികുമാർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം SPCSമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു സംഭവമാണ് കൃതി ഫെസ്റ്റ്. കൃതി ഫെസ്റ്റ് എന്ന് പറയുന്ന സംഭവം. കൃതി ഫെസ്റ്റ് ലോഞ്ച് ചെയ്തത് 2018. ഇത് SPCS ലോഞ്ച് ചെയ്ത ഒരു ഫെസ്റ്റാണ്. ഇതിൽ പല രീതിയിലുള്ള പ്രവർത്തനം, പല രീതിയിലുള്ള സ്കീമുകളും പ്രോഗ്രാമുകളും ഒക്കെ ഈ കൃതി ഫെസ്റ്റിലൂടെ നടപ്പിലാക്കി. അപ്പോൾ കൃതി ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 2018. കൃതി ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 2018. അപ്പോൾ കൃതി ഫെസ്റ്റ് ആര് ലോഞ്ച് ചെയ്തു, ആര് സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ആരാണ്? SPCS ആണ് കൃതി ഫെസ്റ്റ് ലോഞ്ച് ചെയ്തത്. 2018 കൃതി ഫെസ്റ്റ് ലോഞ്ച് ചെയ്തത്. വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃതി ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത വർഷം 2018. കൃതി ഫെസ്റ്റ് 2018 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കൃതി ഫെസ്റ്റിനെ കുറിച്ച് നോക്കാം. ഓർഗനൈസ്ഡ് ബൈ SPCS നമ്മൾ പറഞ്ഞു. കൃതി ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്തത് ആരാണ്? SPCS ആണ്. കൃതി ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്തത് SPCS ആണ്. കൃതി ഫെസ്റ്റ് ആദ്യമായിട്ട് നടന്നത് എവിടെയാണ്? എറണാകുളം. കൃതി ഫെസ്റ്റ് ആദ്യമായിട്ട് നടന്നത് എറണാകുളത്താണ്. ഓർഗനൈസ് ചെയ്യുന്നത് SPCS ആണ്. എറണാകുളത്താണ് ഇത് ആദ്യമായിട്ട് നടന്നത്. പിന്നെ ഇതിൻ്റെ സ്ലോഗൻ എന്താണ്? നോളജ്, റീസണിങ് ആൻഡ് എൻലൈറ്റൽമെൻറ്റ്. നോളജ്, റീസണിങ് ആൻഡ് എൻലൈറ്റൽമെൻറ്റ് ആണ് ഇതിൻ്റെ സ്ലോഗൻ. അപ്പോൾ കൃതി ഫെസ്റ്റിൻ്റെ സ്ലോഗൻ എന്താണ്? നോളജ്, റീസണിങ് ആൻഡ് എൻലൈറ്റൽമെൻറ്റ്. അപ്പോൾ നമ്മൾ കൃതി ഫെസ്റ്റിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? 2018 ആദ്യമായിട്ട് ഇത് ഫോം ചെയ്ത്. കൃതി ഫെസ്റ്റ് ആദ്യമായിട്ട് നടത്തിയത് 2018. ആര് ഓർഗനൈസ് ചെയ്തു? SPCS ഓർഗനൈസ് ചെയ്തു. എവിടെയാണ് ഇത് ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്തത്? എറണാകുളം. ഇതിൻ്റെ സ്ലോഗൻ എന്താണ്? നോളജ്, റീസണിങ് ആൻഡ് എൻലൈറ്റൽമെൻറ്റ്. എന്താണ്? നോളജ്, റീസണിങ് ആൻഡ് എൻലൈറ്റൽമെൻ്റ് ആണ് കൃതി ഫെസ്റ്റിൻ്റെ സ്ലോഗൻ. കൃതി ഫെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 2018. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി കൃതിയുടെ ഫുൾ ഫോം നോക്കണ്ടേ? കൃതി എന്ന് വെച്ചാൽ എന്താണ്? കേരള റിസർച്ച് ഇനിഷ്യേറ്റീവ് ഫോർ തിങ്കിങ് ഇൻട്രാക്റ്റീവ്നെസ്. അത് പഠിച്ചു വച്ചാലേ പറ്റുള്ളൂ. കേരള റിസർച്ച് ഇനിഷ്യേറ്റീവ് ഫോർ തിങ്കിങ് ഇൻറ്ററാക്റ്റീവ്നെസ്. ഇത് നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വച്ചേക്കണം. എന്താണ്? കേരള റിസർച്ച് ഇനിഷ്യേറ്റീവ് ഫോർ തിങ്കിങ് ഇൻട്രാക്റ്റീവ്നെസ്. എന്താണ്? കേരള റിസർച്ച് ഇനിഷ്യേറ്റീവ് ഫോർ തിങ്കിങ് ഇൻട്രാക്റ്റീവ്നെസ് ആണ് കൃതി ഫെസ്റ്റിൻ്റെ ഫുൾ ഫോം. കൃതിയുടെ ഫുൾ ഫോം കേരള റിസർച്ച് ഇനിഷ്യേറ്റീവ് ഫോർ തിങ്കിങ് ഇൻട്രാക്റ്റീവ്നെസ്. ഓക്കെ, അപ്പോൾ 2018 ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ തുടർന്ന് വരുന്ന എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അപ്പോൾ 2019 ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2019 അത് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ നടത്തി. ഇത് കൃതി ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ ഫുഡ് ഫെയർ നടത്തി. അതുകൊണ്ട് കൃതി ഫെസ്റ്റ് 2019 ഇമ്പോർട്ടൻ്റ് ആണ്. കൃതി ഫെസ്റ്റ് 2019 എന്താണ് നടന്നത്? ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ നടത്തി. എവിടെയാണ് നടത്തിയത്? എറണാകുളം. ആര് ഓർഗനൈസ് ചെയ്തു? SPCS. കൃതി ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? SPCS തന്നെയാണ്. അപ്പോൾ കൃതി 2019
എന്താണ് സ്പെഷ്യാലിറ്റി? ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ. എവിടെ നടത്തി? എറണാകുളത്ത് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ നടത്തി. ഓക്കെ, അപ്പോൾ ഓർത്ത് വച്ചേക്കണം, കൃതി ഫെസ്റ്റ് ആദ്യമായി നടത്തിയത് 2018-ലും, കൃതി ഫെസ്റ്റ് 2019-ലെ എന്തായിരുന്നു പ്രത്യേകത? ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ നടത്തി. ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ നടത്തിയത് എന്നാണ്? 2019. കൃതിയുമായി അനുബന്ധിച്ച് എന്ത് നടത്തി? ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ. 2020-ലാണ് തേർഡ് എഡിഷൻ ഓഫ് കൃതി ഫെസ്റ്റ് നടത്തിയത്. 2020-ൽ അതിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ നേരറിവ് എന്നായിരുന്നു. എന്താണ്? സംസ്കാരത്തിൻ്റെ നേരറിവ്. മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. കൃതി ഫെസ്റ്റ് 2020-യുടെ ലോഗോ എന്ന് പറയുന്നത് എന്താണ്? സംസ്കാരത്തിൻ്റെ നേരറിവ്. ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? എലോങ് വിത്ത് റിയൽ കൾച്ചർ. എലോങ് വിത്ത് റിയൽ കൾച്ചർ. ഓക്കെ, ഇതിൻ്റെ ഒഫീഷ്യൽ സിമ്പിൾ, കൃതി ഫെസ്റ്റിൻ്റെ ഒഫീഷ്യൽ സിമ്പിൾ എന്ന് ചോദിച്ചാൽ കാക്കയാണ്. കൃതി കാക്ക, കെ എന്നോർത്ത് വയ്ക്കാം. കൃതി കാക്ക, ക്രോ ആണ് ഇതിൻ്റെ എന്താണ് ഒഫീഷ്യൽ സിമ്പിൾ. കൃതി ഫെസ്റ്റ് 2020-യുടെ മാത്രമല്ല, കൃതി ഫെസ്റ്റിൻ്റെ ഒഫീഷ്യൽ സിമ്പിൾ എന്ന് ചോദിച്ചാൽ ക്രോ ആണ്. എന്നാൽ SPCSൻ്റെ ഒഫീഷ്യൽ സിമ്പിൾ എന്തായിരുന്നു? ഡക്ക് അല്ലേ? കൃതി ഫെസ്റ്റിൻ്റെ ആണെങ്കിൽ ക്രോവും, പിന്നെ നമ്മുടെ SPCSൻ്റെ ആണെന്ന് ചോദിച്ചാൽ ഡക്കുമാണ്. തിരിഞ്ഞു പോകരുത്, കൃതി ഫെസ്റ്റ് ക്രോ ആണ്, കെ. പിന്നെ SPCSൻ്റെ ഡക്കാണ്, തിരിഞ്ഞു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കൃതി ഫെസ്റ്റ് 2020-യുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ന്യൂ റൈറ്റേഴ്സ് ആൻഡ് റീഡിംഗ് ഹാബിറ്റ് ആൻഡ് ടു നോ ദി ട്രൂ എസൻസ് ഓഫ് കൾച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ്. എന്താണ് ട്രൂ എസൻസ് ഓഫ് കൾച്ചറും, ഇപ്പോഴത്തെ നമ്മുടെ കൾച്ചറും എസൻസ്, നമ്മുടെ കൾച്ചറിൻ്റെയും നമ്മുടെ എൻവയോൺമെൻറ്റും എന്താണെന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിനും റീഡിംഗ് ഹാബിറ്റ് വളർത്തുന്നതിനും പുതിയ റൈറ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ കൃതി ഫെസ്റ്റ് 2020 ആവിഷ്കരിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. കൃതി ഫെസ്റ്റ് 2020. കൃതി ഫെസ്റ്റിൻ്റെ ഒഫീഷ്യൽ സിമ്പിൾ എന്താണ്? കാക്ക. എന്താണ്? ക്രോ, കാക്കയാണ്. കൃതി ഫെസ്റ്റ് 2020-യുടെ ലോഗോ എന്തായിരുന്നു? സംസ്കാരത്തിൻ്റെ നേരറിവ്. എന്താണ്? സംസ്കാരത്തിൻ്റെ നേരറിവ്. കൃതി ഫെസ്റ്റിൻ്റെ ഒഫീഷ്യൽ സിമ്പിൾ എന്താണ്? കാക്കയാണ്. കൃതി ഫെസ്റ്റ് കാക്ക. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? SPCSൻ്റെ ഒഫീഷ്യൽ സിമ്പിൾ എന്തായിരുന്നു? SPCSൻ്റെ ഒഫീഷ്യൽ സിമ്പിൾ എന്ന് പറയുന്നത് ഡക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SPCSൻ്റെ ഡക്കാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഓർത്ത് വച്ചേക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, 2020 കൃതി ഫെസ്റ്റ് ലോഞ്ച്ഡ് എ ക്യാമ്പയിൻ, എ ബുക്ക് ഫോർ എ ചൈൽഡ്. അന്ന് ലോഞ്ച് ചെയ്ത് 2020 കൃതി ഫെസ്റ്റിന് ലോഞ്ച് ചെയ്തത് എന്താണ്? എ ബുക്ക് ഫോർ എ ചൈൽഡ്. ഓരോ കുട്ടിക്കും ഓരോ ബുക്ക് എന്നൊരു ക്യാമ്പയിനാണ് കൃതി ഫെസ്റ്റ് 2020 ലോഞ്ച് ചെയ്തത്. ഇങ്ങനെയൊക്കെ ലോഞ്ച് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇപ്പോഴത്തെ കുട്ടികൾ ആരും വായിക്കുന്നില്ല. കുട്ടികളൊക്കെ എന്താണ് ചെയ്യുന്നത്? അവർ കളിക്കുന്ന പോലുമില്ല. എന്താണ് അവർ ഇപ്പോൾ കൂടുതലായിട്ടും അവരെല്ലാവരും മൊബൈലിലും TV-യിലും നമ്മുടെ കമ്പ്യൂട്ടറിലും ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു മാറ്റം വരാൻ വേണ്ടി കുട്ടികൾ വായനാശീലം വളർത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ 2020-ലെ കൃതി ഫെസ്റ്റ് നടത്തിയത്. അപ്പോൾ എ ബുക്ക് ഫോർ എ ചൈൽഡ് ആയിരുന്നു 2020 കൃതി ഫെസ്റ്റിൻ്റെ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വച്ചേക്കണം. കൃതി ഫെസ്റ്റ് നമ്മൾ പറഞ്ഞു 2018-ൻ്റെ കാര്യം പറഞ്ഞു, 2019-ൻ്റെ കാര്യം പറഞ്ഞു, 2020-യുടെ കാര്യം പറഞ്ഞു. ഈ 3 കൃതി ഫെസ്റ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഓർത്ത് വച്ചേക്കണം. ഇതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ പ്രത്യേകമായി എന്താണ് നടന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വച്ചേക്കണം. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബാലസാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. ബാലസാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തത് 1949-ലാണ്. 1949-ലാണ് ബാലസാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തത്. എവിടെയാണ്? അക്ഷരനഗരിയായ കോട്ടയത്ത് തന്നെയാണ് ബാലസാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഫോം ചെയ്തത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമായിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്. കുട്ടികളെ ബാലികമാർ കുട്ടികളെയും ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് ഭാവിയിൽ നല്ല റൈറ്റേഴ്സിനെയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരമൊരു സൊസൈറ്റി ഫോം ചെയ്തിരിക്കുന്നത്. എന്താണ്? ബാലസാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തത് ഏത് വർഷമാണ്? 1949 കോട്ടയം എന്നാണ്. 1949 കോട്ടയത്ത് ഫോം ചെയ്തു. അപ്പോൾ ബാലസാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1947.
Akshara Puraskaram is the award given by SPCS and the Cooperative Department in 2010 for the best writer for every 20 months. എന്നാണ് പറയുന്നത്. നമ്മുടെ അക്ഷര പുരസ്കാരം എന്ന് പറയുന്ന അവാർഡ് നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ SPCS ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അക്ഷര പുരസ്കാരം എന്ന അവാർഡ് നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ SPCS ആണ്. SPCSൻ്റെ കൂടെ ആരുണ്ട്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്നാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ SPCSും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്ന് അക്ഷര പുരസ്കാരം എന്നൊരു അവാർഡ് ഇനിഷ്യേറ്റീവ് എടുത്ത് അവാർഡ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് 2010-ലാണ് അക്ഷര പുരസ്കാരം എന്ന് പറയുന്ന ഒരു അവാർഡ് സ്റ്റാർട്ട് ചെയ്തത്. ആരൊക്കെ ചേർന്ന്? SPCS ആൻഡ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. ആരാണ്? SPCS ആൻഡ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് എപ്പോഴാണ് കൊടുക്കുന്നത്? എവറി 20 മന്ത്സിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എവറി 20 മന്ത്സിലാണ്. എല്ലാ വർഷവും അല്ല കൊടുക്കുന്നത്. സാധാരണ രീതിയിൽ അവാർഡുകളൊക്കെ കൊടുക്കുന്നത് എല്ലാ വർഷം തോറും എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. പക്ഷേ SPCSൽ എന്താണ്? 20 മന്ത്സ് കൂടുമ്പോഴാണ് ഇങ്ങനൊരു അവാർഡ് കൊടുക്കുന്നത്. SPCSൻ്റെ അവാർഡ് എന്താണ്? അക്ഷര പുരസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ്, അക്ഷര പുരസ്കാരം. ഓക്കെ, അക്ഷരം മ്യൂസിയം ആരാണ്? SPCSുമായി ബന്ധപ്പെട്ട SPCSൻ്റെ മ്യൂസിയമാണ് അക്ഷരം മ്യൂസിയം. എന്താണ്? മ്യൂസിയം ഓഫ് ലെറ്റർ, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഇൻ എ ന്യൂ ഇനിഷ്യേറ്റീവ് ഈസ് എ ന്യൂ ഇനിഷ്യേറ്റീവ് ഓഫ് SPCS. എന്താണ്? അക്ഷര മ്യൂസിയം എന്ന് പറയുന്ന മ്യൂസിയം ഓഫ് ലെറ്റർ, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ആരുടെ ന്യൂ ഇനിഷ്യേറ്റീവ് ആണ്? SPCSൻ്റെ. എവിടെയാണ്? മാരിയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. മാരിയപ്പള്ളി, കോട്ടയം. ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. അപ്പോൾ അക്ഷര പുരസ്കാരം മറന്നു പോകരുത്. അക്ഷര പുരസ്കാരം കൊടുക്കുന്നത് SPCSും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്ന് 2010 ഫോർ ദ ബെസ്റ്റ് റൈറ്റർ. എല്ലാ വർഷവും അല്ല കൊടുക്കുന്നത്, 20 മന്ത്സിലാണ്. 20 മാസത്തിൽ ഒരിക്കലാണ് കൊടുക്കുന്നത്. അക്ഷര മ്യൂസിയം എവിടെയാണെന്ന് നോക്കി. അക്ഷര മ്യൂസിയം ഉള്ളത് മാരിയപ്പള്ളി, കോട്ടയം. മാരിയപ്പള്ളിയിലാണ് എന്താണ്? അക്ഷര മ്യൂസിയം ഉള്ളത്. അക്ഷര മ്യൂസിയം എന്താണ്? മ്യൂസിയം ഓഫ് ലെറ്റേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. അക്ഷര മ്യൂസിയം വളരെ ഇമ്പോർട്ടൻ്റ്. സ്ഥലം മറന്നു പോകരുത്. മാരിയപ്പള്ളി, കോട്ടയത്തുള്ള മാരിയപ്പള്ളി എന്ന സ്ഥലത്താണ് എന്തുള്ളത്? അക്ഷര മ്യൂസിയം, മാരിയപ്പള്ളി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അക്ഷര പുരസ്കാരം കൊടുക്കുന്നത് SPCSും ആരും ചേർന്നാണ്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്നാണ്. അതിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 1.25 lakhs. ഓക്കെ, 1.25 ലക്ഷം 1.25 lakhs ആണ് എന്ത്? പ്രൈസ് മണി. അക്ഷര പുരസ്കാരം ലഭിക്കുന്നവർക്ക് കിട്ടുന്ന പ്രൈസ് മണി എന്ന് പറയുന്നത് 1.25 lakh. ഓക്കെ, പിന്നെ SPCS ഹാസ് 9 സെയിൽസ് വിങ്സ്. ഓക്കെ, അവരുടെ പബ്ലിഷ് ചെയ്യുന്ന ബുക്സൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 9 സെയിൽസ് വിങ്സ് ഉണ്ട്. അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക. എന്താണ്? 9 സെയിൽസ് വിങ്സ് ഉണ്ട് SPCSന്. ഓക്കെ, ഗവൺമെൻറ് ഓഫ് കേരള ടേക്സ് മേജർ പോർഷൻ ഓഫ് ഷെയർ ഓഫ് SPCS. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. SPCSൻ്റെ ഏറ്റവും കൂടുതൽ മേജർ പോർഷൻ ഓഫ് ഷെയർ എടുക്കുന്നത് ആരാണ്? ഷെയർ എടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് കേരളയാണ്. ഓക്കെ, അപ്പോൾ SPCSൻ്റെ മേജർ ഷെയർ എടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് കേരളയാണ്. ഓർത്ത് വച്ചേക്കണം. ഇനി നമുക്ക് SPCSൻ്റെ പബ്ലിക്കേഷൻസ് നോക്കാം. SPCSൻ്റെ മെയിനായിട്ട് 2 പബ്ലിക്കേഷനാണ് നിലവിലുള്ളത്. എന്തൊക്കെയാണ്? SPCSൻ്റെ ദ സൊസൈറ്റി പബ്ലിഷസ് വിശ്വവിജ്ഞാന കോശം. 10 വോള്യൂമായിട്ട് വിശ്വവിജ്ഞാന കോശം എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ വിശ്വവിജ്ഞാന കോശം റിലേറ്റഡ് ടു ഹൂം എന്ന് ചോദിച്ചാൽ റിലേറ്റഡ് ടു SPCS ആണ്. വിശ്വവിജ്ഞാന കോശം എത്ര വോള്യത്തിലാണ് ഇറക്കുന്നത്? 10 വോള്യൂംസ്. 10 വോള്യത്തിലാണ് SPCS വിശ്വവിജ്ഞാന കോശം എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ആ പബ്ലിക്കേഷൻ ആരുടെയാണ്? വിശ്വവിജ്ഞാന കോശം എന്ന പബ്ലിക്കേഷൻ ആരുടെയാണ്? SPCSൻ്റെ ആണ്. എത്ര വോള്യൂമായിട്ടാണ് ഇറക്കുന്നത്? 10 വോള്യൂം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. വിശ്വവിജ്ഞാന കോശം ആരുടെയാണ്? SPCSൻ്റെ ആണ്. മറ്റൊരു പബ്ലിക്കേഷൻ എന്താണ്? NBS ബുള്ളറ്റിൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ NBS ബുള്ളറ്റിൻ എന്ന് പറയുന്നത് ആരുടെ പബ്ലിക്കേഷൻ ആണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? SPCSൻ്റെ ആണ്. NBS ബുള്ളറ്റിൻ SPCSൻ്റെ മന്ത്ലി പബ്ലിക്കേഷനാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. SPCSൻ്റെ മന്ത്ലി പബ്ലിക്കേഷനാണ് എന്ത്? NBS ബുള്ളറ്റിൻ. ഓക്കെ,
The society now occupies a very prominent place among the cooperative institutions in the country and is one of the 12 most efficient and successful cooperative societies cited in the government of India. ഓക്കെ, നമുക്ക് അഭിമാനമുള്ള കാര്യമല്ലേ? കേരളത്തിലെ ഒരു ചെറിയ പ്രൈമറി സൊസൈറ്റി എന്താണ് ഇന്ത്യയിലെ നോട്ടഡ് ആയിട്ടുള്ള ലിസ്റ്റ് ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഇടയിൽ 12 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഇടയിൽ ഒന്നായിട്ട് വരുന്ന നമ്മുടെ SPCS ആണ്, സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ SPCS എന്താണ് നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞു. SPCSൽ ഇപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, SPCS ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ട്. SPCS ഇപ്പം എന്താണ് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞു. അപ്പം ഇന്ത്യയിലെ മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള സൊസൈറ്റികൾ, കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ വരുന്നതാണ് നമ്മുടെ SPCS, സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി.